ട്രെയിനിൽ നിന്ന് കിട്ടിയ കുക്കുംബറും കേർഡും വെച്ച് ഒരു സിമ്പിൾ ഹൈ പ്രോട്ടീൻ ക്രീമി സാലഡ്. ഹൈ പ്രോട്ടീൻ, നോ കുക്കിംഗ്, വെയ്റ്റ് ലോസ് ഫ്രണ്ട്ലി സാലഡ്. 5 മിനിറ്റിലുണ്ടാക്കാം നമ്മൾക്ക് ഈ ഗട്ട് ഫ്രണ്ട്ലി നാച്ചുറൽ പ്രോബയോട്ടിക് സാലഡ്. ഡെയിലി കുടിക്കുന്ന ഡീറ്റോക്സ് ഡ്രിങ്കിന് വേണ്ടിയാണ് ഞാനൊരു സ്പൂണ് ചിയാ സീഡ് സോക്ക് ചെയ്യാനിട്ടത്. ട്രെയിനിൽ ഹെൽത്തി ഫുഡ് ഐറ്റംസിൻ്റെ വീഡിയോ എടുക്കാനാണ് ഈ ചിയാ സീഡ് സോക്ക് ചെയ്തതിൻ്റെ ക്ലിപ്പ് ഞാൻ എടുത്തത്. അതാണിപ്പോൾ ഒരു ഹൈ പ്രോട്ടീൻ ക്രീമി സാലഡായി മാറിയിരിക്കുന്നത്. കുക്കുംബർ നമ്മൾക്ക് എങ്ങനെ വേണേലും കട്ട് ചെയ്തോ സ്ലൈസ് ചെയ്ത് ഒക്കെ എടുക്കാവുന്നതാണ്. 95% വാട്ടർ കണ്ടൻറ്റും ഹൈ ഫൈബറുമാണ് നമ്മളുടെ കുക്കുംബറിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി കൂളാക്കി വെക്കാൻ ഏറ്റവും നല്ലതാണ് കുക്കുംബർ കഴിക്കുന്നത്. പകുതി കുക്കുംബറാണ് ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചേർക്കുന്നത്. ഇനി നമ്മളുടെ നാച്ചുറൽ പ്രോബയോട്ടിക്സ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മളുടെ യാത്രകളിൽ ഉണ്ടാകുന്ന ബ്ലോട്ടിങ്ങും ദഹന പ്രശ്നങ്ങളും ഒക്കെ മാറാനായിട്ട് നല്ലതാണ് ഇങ്ങനെ ഒരു സാലഡ് കഴിക്കുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്ന കേർഡ് അതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കുംബറും കേർഡും ഒക്കെ കണ്ടപ്പോൾ കയ്യിലുള്ള ബാക്കിയുള്ള ഐറ്റംസും കൂടെ വെച്ച് ഒരു സാലഡ് ഉണ്ടാക്കാം എന്നൊരു ഐഡിയ തോന്നിയതുകൊണ്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സ്വീറ്റായിട്ടാണ് കഴിക്കാൻ താല്പര്യമെങ്കിൽ ഇതിലേക്ക് ഉപ്പിന് പകരം ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ചേർക്കുന്നത് ഹൈ പ്രോട്ടീനായ നമ്മുടെ റോസ്റ്റഡ് കടലയാണ്. ഇതാണ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഉരുക്കി കളയുന്ന ഫ്ലാക്സ് സീഡ്. ഇത് റോസ്റ്റഡ് ആണ്. ഞാൻ മേടിക്കുമ്പോഴേ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് റോസ്റ്റഡ് ഫ്ലാക്സ് സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ക്യാപ്പ് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം. എവിടെ പോയാലും നമ്മളുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഞാൻ കയ്യിൽ കരുതാറുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ പെട്ടതാണ് ഈ ചിയാ സീഡും ഫ്ലാക്സ് സീഡും ഒക്കെ. നമ്മളുടെ ഹൈ പ്രോട്ടീൻ ക്രീമി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണമെന്നില്ല, അതിൽ തന്നെയാണെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കടല ചേർക്കുന്നുണ്ട്. കടല അല്ലെങ്കിൽ നിലക്കടല എന്നാണ് നമ്മൾ കോട്ടയംകാർ പറയാറ്. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തു ഇത് കപ്പലണ്ടിയാണെന്നൊക്കെ. ഓരോ സ്ഥലത്തും ഓരോന്നല്ലേ പറയുക. കുറച്ച് ഫ്ലാക്സ് സീഡും കൂടെ ഒന്ന് മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്കും ഒരു എക്സ്ട്രാ ക്രഞ്ചിനെസ്സിനും ഞാൻ പറഞ്ഞതുപോലെ ചേർക്കുന്നതാണ്. അത് നമ്മളുടെ വയറിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഇതുപോലെ പ്രോബയോട്ടിക്സ് കഴിക്കുന്നത്. അതും ഒരു സാലഡാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്ട്രാ ബെനിഫിറ്റും കൂടെയാണ് നമ്മളുടെ ശരീരത്തിന് കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നിയത് ഇതുപോലെ നമ്മൾ യാത്രകൾ കൂടെ കരുതാറ് കുറേ ബേക്കറി ഐറ്റംസും ജങ്ക് ഫുഡും ഒക്കെയാണ്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് ഐറ്റംസൊക്കെ നമ്മളുടെ കയ്യിൽ കരുതുവാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി സാലഡൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. രാവിലെയോ ലഞ്ചിനോ ഒരു ഫുൾ പ്രോട്ടീൻ മീലായിട്ട് ഇത് കഴിക്കാവുന്നതാണ്. രാത്രിയിൽ ചിലർക്ക് കേർഡ് കഴിക്കുന്നതുകൊണ്ട് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർ ഇത് രാത്രിയിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള യാത്രകളിൽ ഇതുപോലെ തയ്യാറാക്കിയെടുക്കുന്ന സാലഡൊക്കെ കഴിക്കുന്ന ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഡയറ്റ് ചെയ്യുന്നവർക്ക് വെയിറ്റ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും ഒക്കെ ഒരുപാട് സാലഡ് റെസിപ്പീസൊക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടമാകും. ഒട്ടും തന്നെ കുക്കിംഗ് ഇല്ലാത്ത ഒരു ഹൈ പ്രോട്ടീൻ ക്രീമി സാലഡാണിത്. എല്ലാവരും ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.